പക്ഷെ നന്ദിയാട്ടം ഇപ്പൊ ഈ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഈ നിർമ്മാതാവിനെ താങ്കൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്തായാലും ഞാൻ കേട്ടിട്ടില്ല നിർമ്മാതാവിനെ. അദ്ദേഹത്തിന്റെ തമ്പുരാട്ടി എന്ന സിനിമയും ഞാൻ കേട്ടിട്ടില്ല. അതെന്റെ അറിവിന്റെ പരിമിതിയായിരിക്കാം. പക്ഷേ ഹൈക്കോടതിയിൽ സജിമോൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സിൽ പറയുന്നത് ദിസ് ഓർഡർ ഇഫ് ഇംപ്ലിമെന്റഡ് വുഡ് അഡ്വേഴ്സ്ലി അഫക്ട് ദ ഫിലിം ഇൻഡസ്ട്രി അറ്റ് ലാർജ്, കോംപ്രമൈസിംഗ് ഇൻഡിവിജ്വൽ പ്രൈവസി, breaching confidentiality and potentially damaging reputations and livelihoods of persons within the industry, including the ones who came forward with their viewpoints and testimonials എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തു വന്നാൽ സിനിമാ മേഖല ഒന്നാകെ ഇടിനാശം വെള്ളപ്പൊക്കവുമാകും, ആകാശം ഇടിഞ്ഞു വീഴും, അരിമുട്ടും എന്നൊക്കെയായിരുന്നു സജിമോൻ പാറയിലിൻ്റെ ഹർജിയെങ്കിൽ കോടതി അത് വളരെ ഭംഗിയായി 4 മടക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. അതിനുശേഷമാണല്ലോ അത് പുറത്തുവിടാം. അപ്പോൾ നീതിപീഠത്തിന് അത്ര ബോധമില്ലാത്ത അല്ലല്ലോ. നീതിപീഠം ഇതൊക്കെ കണ്ട് ഒരു അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് പുറത്തുവിടുമെന്ന് പറഞ്ഞത്. ഇത് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ ആരാണ് ശ്രീ നന്ദിയാട്ട്? രാഷ്മി, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഈ ചർച്ചയിൽ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമായിരിക്കും. ഏതെങ്കിലും ഒരു സംഘടനയെ പ്രതിനിധീകരിച്ചോ അവരുടെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇവിടെ സജിമോൻ പാറയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ ആഷ്മി ഒരു ചോദ്യം രഞ്ജിനിയോട് ചോദിച്ചു. ആ ചോദ്യം ഇതാണ്: റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രഞ്ജിനിക്ക് കോടതിയിൽ പോയിക്കൂടെ? ആ ചോദ്യത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞു, നമ്മളൊരു കോടതിയിൽ പോയാലോ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാലോ നമ്മളൊരു മൊഴി കൊടുത്താൽ മൊഴി വായിച്ച് കേട്ട് ശരി എന്ന് പറഞ്ഞ് ഒപ്പിടുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു ഫോർമാലിറ്റിയാണ്. കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന മൊഴിക്ക് വിലയില്ല, കോടതിയിലോ മജിസ്ട്രേറ്റിന് മുമ്പിലോ കൊടുക്കുന്ന മൊഴിക്കാണ് വിലയുള്ളത്. അത് മറ്റൊരു കാര്യം. എങ്കിൽ തന്നെയും ഇവിടെ രഞ്ജിന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഈ റിപ്പോർട്ട് പുറത്തു വരികയോ വരാതിരിക്കുകയോ നമ്മുടെ കൺസേൺ അല്ല. കാരണം ഈ റിപ്പോർട്ടിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മലയാള സിനിമയിൽ വനിതകളോ അങ്ങനെയുള്ളവരോ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണം, അത് സാമ്പത്തികമാകാം, ശാരീരികമാകാം, മാനസികമാകാം, മറ്റ് പല തരത്തിലുള്ള സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ഉള്ള ഇൻഇക്വാളിറ്റീസ് ഒക്കെ ആവാം, എന്തുമാവട്ടെ, ഇതിനെതിരെയുള്ള പഠന റിപ്പോർട്ടായിരുന്നു. ഈ പഠന റിപ്പോർട്ട് 2019 ഡിസംബർ 31 ഗവൺമെന്റ് മുമ്പാകെ കൊടുത്തു. അതിനുശേഷം 5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് വെളിയിൽ വന്നില്ല. പക്ഷേ ഈ റിപ്പോർട്ട് ഇപ്പോൾ വെളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രധാന ആൾക്കാർ ആരാണ്? മാധ്യമങ്ങളാണ്. എന്തായാലും അതിന്റെ കാരണം, ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സെക്സ്വൽ ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഹറാസ്മെന്റ് വഴിയിലിട്ട് അലക്കാം എന്നുള്ള ഉദ്ദേശമാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതിനു മുമ്പ് ഗവൺമെന്റ് മറ്റു പല മലയാള സിനിമയെ കുറിച്ച് പഠിക്കാൻ, മലയാള സിനിമയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ മറ്റു പല റിപ്പോർട്ടുകൾ. താങ്കളുടെ പ്രശ്നം അതിൽ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് മാധ്യമങ്ങൾ വഴിയിലിട്ട് അലക്കുമെന്നാണെങ്കിൽ, നന്ദിയാട്ട് വിവരാവകാശ കമ്മീഷൻ പറയുന്നു വ്യക്തിപരമായ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ പാടില്ല, ഒരു മൊഴിയും പുറത്തേക്ക് വിടാൻ പാടില്ല. അത് കൃത്യമായി തന്നെ പറയുന്നു. അത് വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല. 49-ാം പേജിൽ 90-ാം പാരയടക്കം 81 മുതൽ 100 വരെ പാരഗ്രാഫ് അടക്കം 165 മുതൽ 196 പേജ് അടക്കം ഒരുപക്ഷെ ഈ പറഞ്ഞ ഹറാസ്മെന്റ് പറയുന്ന ഓഡിയോയോ വീഡിയോ ക്ലിപ്പോ എന്തൊക്കെയോ ഉണ്ട് നന്ദിയാട്ട്. അതൊന്നും പുറത്തുവിടുന്നത് കൃത്യമായി പറയുകയാണ്. പിന്നെയും എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഇതിൽ ഉണ്ടായേക്കാവുന്ന ഈ പറഞ്ഞ സെക്സ് കഥകൾ ആഘോഷിക്കാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം എന്ന് തോന്നലുണ്ടാവുന്നത്? നിങ്ങൾ പേടിക്കുന്നത് എന്താണ്? കൃത്യമായി പറയൂ സജി. ഞാൻ ചോദിക്കട്ടെ, എന്ത് ഹറി? 5 വർഷം ആര് ഹറി? വേവോളം നിൽക്കുക, പിന്നെ 6ഓളം നിൽക്കാൻ മേലെ. അല്ല ആരാണ് ഹറിപ്പെട്ടത്? നിങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ, ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് നിഷ്പക്ഷ നിലപാടാണ്. ഞാൻ ചോദിക്കട്ടെ, വിവരാവകാശ കമ്മീഷന്റെ അഭിപ്രായത്തിൽ ഇത് പുറത്തു വിടാം. കോടതിയിൽ ഒരാൾ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ആ പരാതിയുടെ ഫോർമാലിറ്റി കഴിയട്ടെ. കാരണം എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീയാ. ഇതാരാണ്? സിനിമാ സംഘടനകളുടെ ആൾക്കാരല്ല, WCCയുടെ മെമ്പറാണ്. ഇതിന് ആധാരം ആരാണ്? WCC ആണ്. വിമൻ കളക്റ്റീവ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയാണ്. ഈ സംഘടന കൊടുത്തുള്ള ഹൈക്കോടതിയിൽ റിട്ട് അതനുസരിച്ചാണല്ലോ വനിതാ കമ്മീഷൻ ഇപ്പോൾ ICC രൂപീകരിച്ചിരിക്കുന്നത് ഫിലിം ചേംബറിന്റെ നേതൃത്വത്തിൽ. സജി നന്ദിയാട്ടെ, അപ്പൊ കോടതിയുടെയും ഉത്തമ താല്പര്യം സജി നന്ദിയാട്ടെ, അപ്പൊ ഇത് പുറത്തു വിടണം എന്ന് കർശനമായി പറഞ്ഞ, അത് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യണം എന്ന് കർശനമായി പറഞ്ഞ കോടതിയുടെയും ഉത്തമ ബോധ്യം താങ്കൾ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ താല്പര്യം തന്നെയാണെന്ന് പറയുമോ താങ്കൾ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന ഈ ഒരു റൈറ്റ് എൻജോയ് ചെയ്യാൻ മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ലേ ഉണ്ടെന്ന് പറഞ്ഞത് ആശ്മിക്ക് പറയാമോ? എന്തുകൊണ്ടാണ്? മാധ്യമങ്ങളുടെ ഉദ്ദേശത്തെ നല്ലതാണെങ്കിൽ ഞാൻ 4th പില്ലർ ഓഫ് ദി സ്റ്റേറ്റ് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ മറിച്ച് ഇത് മാധ്യമങ്ങൾ ഇന്ന് വിടണം, തിങ്കളാഴ്ച വിടണം, അവർ വിടും. എന്റെ ഒരു ധാരണയിൽ ഇത് വിടും. കാരണം എന്താണ്? ഇപ്പൊ രഞ്ജിനിക്കൊരു റൈറ്റ് ഉണ്ട്. എന്താ റൈറ്റ്? രഞ്ജിനി പറഞ്ഞ മൊഴിയല്ല വരുന്നെങ്കിലോ ആഷ്മി, പിന്നീട് രഞ്ജിനി പറയാത്ത മൊഴി വെളിയിൽ വന്നതിന് ശേഷം അത് പൊതുജനത്തിൽ മൊഴി വരൂല സാറേ, വിഴുപ്പലക്കിയതിനു ശേഷം രഞ്ജിനി പറയാ ഒരു മൊഴിയും വരൂല എന്ന് പറഞ്ഞാൽ രഞ്ജിനി പ്രതിയാവും. ഇല്ല, ഒരു മൊഴിയും വരില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ പറയുകയല്ലേ. രഞ്ജിനി പറയാത്തൊരു കാര്യം നാളെ ആഷ്മി
ആഷ്മി നിങ്ങൾക്ക് ഇതൊക്കെ പറയാം, കാരണം എന്താണ്, നിങ്ങളെ അത് ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ മലയാള സിനിമയിൽ വനിതകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടണം, ആ സ്റ്റാൻഡാണ്. എല്ലാവർക്കും നീതി ലഭിക്കണം, ആ സ്റ്റാൻഡാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷെ മറിച്ച് ഇവിടെ രഞ്ജിനി ഒരു പരാതി കൊടുത്തപ്പോൾ അത് എന്താണ് രഞ്ജിനി പറഞ്ഞത്? രഞ്ജിനിയുടെ കൺസേൺ എന്താണ്? താൻ പറയാത്ത കാര്യം വെളിയിൽ വന്നാൽ നാളെ പൊതുസമൂഹത്തിൽ അത് ചർച്ചയാകും, മറ്റുള്ളവർക്ക് വേദനിക്കുകയോ ചെയ്താൽ പിന്നീട് രഞ്ജിനി പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഓ, നിങ്ങൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് മുമ്പ് കൊടുത്തിട്ട് ഇപ്പൊ കള്ളം പറയാമെന്ന് രഞ്ജിനി പ്രതിയാകും. ആടിനെ പട്ടിയാക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് പുറത്ത് അല്ല ബൈജു കൊട്ടരക്കര ഇനിയിപ്പോ ഒരു കാലത്ത് പുറത്തേക്ക് വരില്ല എന്നാണ് അർത്ഥം. പക്ഷേ അല്ല ബൈജു കൊട്ടരക്കര ലഭിക്കണമെന്ന കാര്യം ഒരു സംശയം. ശരി, ഇനി കോടതിയിലേക്ക് പോയി കോടതി മണ്ട എന്ത് പറഞ്ഞറിയില്ല, എക്കാലത്തേക്ക് തീരുമാനം ഉണ്ടെന്നറിയില്ല. ബൈജു ഏതെങ്കിലും കാലത്ത് പുറത്തു വരുമോ? ഇത് ബൈജു ഏതെങ്കിലും കാലത്ത് പുറത്തു വരുമോ? ആഷ്മി ഒരു സെക്കൻഡ്. സജി നന്ദിയായിട്ട് പറഞ്ഞതിനകത്ത് ഒരു വലിയൊരു കാര്യമുണ്ട്. അതായത് സജി നന്ദിയായിട്ട് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതായത് സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാധ്യമങ്ങളെടുത്ത് പെരുമാറും, അല്ലെങ്കിൽ മാധ്യമങ്ങളെടുത്ത് ആഘോഷിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ സജി നന്ദിയായിട്ട് ഒരു കാര്യം ബോധ്യമാണ്, സെക്ഷൽ ഹറാസ്മെന്റും അതിന്റെ മൊഴികളും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പുറത്തു വന്നാൽ അതിൽ പെട്ടിരിക്കുന്ന ആളുകൾ തലയിൽ മുണ്ടിട്ട് കേരളത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് സജി നന്ദിയായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇത് പുറത്തു വരണ്ട എന്ന്. അല്ലാതെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച നോക്കിയിരിക്കുന്നതിന്റെ കാര്യത്തിലല്ല. സജിയുടെ വായിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ കേട്ടത്, നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. സജി തന്നെയാണ് പറഞ്ഞത് മാധ്യമങ്ങൾ എടുത്തിട്ട് പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അപ്പോ ഈ റിപ്പോർട്ടിനുള്ളിൽ സെക്ഷൽ ഹറാസ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതും അതിന്റെ മൊഴികളുണ്ടെന്നുള്ളതും സത്യസന്ധമായ കാര്യമാണ്, യാതൊരു സംശയവുമില്ല. അങ്ങനെയെങ്കിൽ അത് പുറത്തു വന്നാൽ അതിൽ ഏർപ്പെട്ടിരിക്കുന്ന സിനിമാക്കാരായാലും ശരി അവർ തലയിൽ അടൂർ ഗോപാലകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് പോലെ റിപ്പോർട്ടല്ല ഈ റിപ്പോർട്ട്. സജി നന്ദിയാട്ടെ, ഇത് അടൂർ ഗോപാലകൃഷ്ണൻ സമയത്ത് റിപ്പോർട്ട് പോലെ റിപ്പോർട്ടല്ല. ആണെങ്കിലോ സജി നന്ദിയാട്ടെ, ആണെങ്കിലോ ഈ റിപ്പോർട്ട് ഉണ്ടാവുന്ന ഈ ഹേമ കമ്മീഷൻ നിയമിക്കുന്നത് എപ്പോഴാണ്? ഈ WCC വരുന്നത് എപ്പോഴാണ്? സമാനതകളില്ലാത്ത വിധം ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ തുടർച്ചയിലാണ് ഇതൊക്കെ വരുന്നത്. സർക്കാർ അന്ന് എന്താണ് പവൻമാറ്റ് പ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചാണ് ഹേമ കമ്മിറ്റി. വർഷം 4 എന്നിട്ട് നന്ദിയാട്ട് മന്ത്രിയും ചോദിക്കുകയാണ് എന്തിനടുത്ത് എന്താ തിരക്ക് ധൃതി? ആ വിവരം പുറത്തു വരാതിരിക്കാൻ ആർക്കാണ് ഇത്ര പ്രശ്നം? സജി, ഞങ്ങൾ ഇന്നലെ വരെ ചോദിച്ചില്ലല്ലോ ആഷ്മി. ഇന്ന് ഞാൻ ചോദിക്കുന്ന ആഷ്മിയുടെ ഒരൊറ്റ ചോദ്യം, ഇതിനകത്ത് ഇതിന് എതിര് നിൽക്കുന്ന കക്ഷിയല്ല കോടതി പോയിരിക്കുന്നത്. ഇതിന് അനുകൂലമായി WCCയുടെ ഭാഗമായ ഒരാളാണ് രഞ്ജിനി. ഈ രഞ്ജിനി കോടതി പോയി പറഞ്ഞത് എന്താണ്? തന്റെ മൊഴി തനിക്കൊന്ന് കാണണം, താൻ പറയാത്തതാണ് നാളെ വെളിയിൽ വരുന്നെങ്കിൽ നാളെ രഞ്ജിനി അതിൽ പ്രതിയാകും. അപ്പോൾ രഞ്ജിനി പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല കമ്മീഷനോടെന്ന് പറഞ്ഞാൽ ആഷ്മി ഉൾപ്പെടുന്ന മാധ്യമ ലോകം പൊതുസമൂഹം അത് സമ്മതിച്ചു തരുമോ? അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എടുത്തു. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് എനിക്കതൊന്ന് കാണണം, ഞാൻ പറഞ്ഞത് തന്നെയാണോ വെളിയിൽ വരുന്നതെന്ന്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. അവരുടെ ഭാഗം ന്യായീകരിക്കാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഹരിയെന്ന് ചോദിച്ചത്